ഫെബ്രുവരി മാസം 22 മുതൽക്ക് 28 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 7 ദിവസത്തേക്കുള്ള സാമാന്യ ഫല നിരൂപണം എല്ലാ രാശിക്കാർക്കും, മേഷാദിയായിട്ടുള്ള എല്ലാ രാശിക്കാർക്കും നടത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ചതുർഗ്രഹയോഗം, സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു ഇതെല്ലാം കുംഭത്തിലാണ്. ചൊവ്വ മകരത്തിലാണ്, അത് ഉച്ചക്ഷേത്രം, ചൊവ്വയുടെ ഉച്ചക്ഷേത്രമാണ്. ഗുരു അഥവാ വ്യാഴം മിഥുനത്തിലാണ്. മീനത്തിൽ ശനിയും കേതു ചിങ്ങത്തിലും ആണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ഈ ആഴ്ച മേഷാദി രാശിയിൽ വരുന്നതായിട്ടുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും സാമാന്യ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് മേടം രാശി എടുക്കാം. മേടം രാശിക്ക് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടം രാശി. ഇവർക്ക് 11ാം ഭാവത്തിൽ ആണ് ചതുർഗ്രഹയോഗം വരുന്നത്. കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന വലിയ നേട്ടങ്ങളും സംഘടനാപരമായിട്ടും അതുപോലെ ടീം വർക്ക് മുഖേനയുള്ള ജോലികളും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നെറ്റ്വർക്കിങ്ങിൽ കൂടെയുള്ള ജോലികൾ, ഇതിനൊക്കെയുള്ള അവസരമുണ്ട്. അങ്ങനെ കൂട്ടായിട്ടുള്ള വർക്കുകളിൽ കൂടെയാണ് ഇവരുടെ ജോലി ഈ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രശോഭിക്കുന്നത്. അങ്ങനെയുള്ളതാണ്. മറ്റ് വ്യക്തിപരമായിട്ടുള്ള ജോലികളിൽ അവർക്ക് അത്ര ശോഭിക്കാൻ വഴിയില്ല. ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കും. അതുപോലെ തന്നെ കമ്മീഷൻ കിട്ടേണ്ടവർ, ഇൻസെൻറ്റീവ്സ്, ബോണസ് ഇങ്ങനെയുള്ള കിട്ടേണ്ട ജോലികളിൽ അതൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. ആരോഗ്യപരമായിട്ട് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റ് രോഗങ്ങൾക്കും ഒന്നും അവസരമില്ല. കുടുംബപരമായിട്ട് സുഹൃത്തുക്കൾ ആയിട്ടുള്ള ഇടപെടൽ, പരസ്പര ബന്ധം, കൂടിച്ചേരലുകൾ ഇതൊക്കെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള സ്വന്തം മക്കൾ, ഭാര്യ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം ആരോഗ്യകരമായിട്ട് നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. എന്തെന്നാൽ കൂടുതൽ സമയവും ഇവരുടെ ജോലി തിരക്ക് കൊണ്ട് ജോലിയിലും തുടർന്ന് സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ ഉള്ള സമയം ചെലവഴിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുടുംബത്തിൽ വേണ്ടത്ര ബാലൻസ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടുള്ള ചെറിയ പരിഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നോക്കേണ്ടതാണ്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യക്ഷേത്രത്തിൽ അഥവാ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണ്. അവിടെ ധാര മുതലായിട്ടുള്ള നടത്തുന്നത് നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുക, സൂര്യന് അർഘ്യം കൊടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, സൂര്യന് ഗ്രഹശാന്തി ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്യുക. പാവപ്പെട്ടവർക്ക് അഥവാ അത് വേണ്ടവർക്ക് അവനവനാൽ ചെയ്യുന്നതായിട്ടുള്ള ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ദാനധർമാദികൾ ചെയ്ത് ഒരു സ്വാസ്ഥ്യം കിട്ടേണ്ടതാണ്. അതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണെന്നർത്ഥം.